അധ്യായം 20. ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉന്മേഷം കിട്ടാൻ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഉന്മേഷം നഷ്ടപ്പെടാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ധാരാളം ഉണ്ടായേക്കാം. നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഉന്മേഷം കിട്ടുകയുള്ളൂ. പ്രായം മാറുന്നതനുസരിച്ചു ഉന്മേഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഓരോരുത്തരിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഉന്മേഷം നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. നേരായ മാർഗത്തിലൂടെ മാത്രം ഉന്മേഷം കണ്ടെത്തുക. ഇല്ലെങ്കിൽ ഒത്തിരി സങ്കടം പിന്നീട് ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഭാവിയിൽ നേടേണ്ട ലക്ഷ്യങ്ങൾക്കായി നമ്മൾ ഓരോരുത്തർക്കും പരിശ്രമിക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രതിസന്ധികൾ, ദുരിതങ്ങൾ എല്ലാം നമ്മളെ വളരെയേറെ സങ്കടത്തിലാക്കിയേക്കാം. അപ്പോഴെല്ലാം പ്രതീക്ഷയോടെ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ പാഴാക്കുന്ന ഓരോ സമയവും പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ഉന്മേഷം നഷ്ടപ്പെടുത്തുന്ന ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കാനും നെഗറ്റീവ് സംസാരിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉന്മേഷം നഷ്ടപ്പെടാതിരിക്കാൻ ശാരീരിക മാനസിക ആരോഗ്യം വേണ്ടതുപോലെ സംരക്ഷിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ മുന്നോട്ടുള്ള ഓരോ കാര്യത്തിലും ഉന്മേഷം ഉണ്ടാവേണ്ടതുണ്ട്. ഉന്മേഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഓരോരുത്തർക്കും നല്ല കാര്യങ്ങൾക്കായി ഉന്മേഷത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ.